ഒരു വാക്കിൽ ഞാൻ പരിഹാരം കാണേണ്ട കാര്യത്തിനെ രണ്ടു കുടുംബങ്ങളുടെ തമ്മിലടിയാക്കി മാറ്റുകയും അതുവഴി ധാരാളം പേരുടെ കണ്ണീരിന് കാരണക്കാരിയാവുകയും ചെയ്ത ആളാണ് അർച്ചന. അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്നും പോകില്ല മാഷെ. സേതുവിന്റെ മനസ്സ് മാറ്റാൻ ഞാനാണല്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതാണെങ്കിലും നടന്നത് കുറച്ചെങ്കിലും സേതു അറിയണമല്ലോ. സന്ദീപ് അതിരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങളതിൽ നിന്നും അതിരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു ദിവസം ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നീട് ഈ നിമിഷം വരെ ആ വീട്ടിൽ സമാധാനം ഉണ്ടായിട്ടില്ല. നേരാവണ്ണം ഞങ്ങൾ അന്തി ഉറങ്ങിയിട്ടില്ല. പിന്നീട് അവരിതൊക്കെ മറന്നുവെന്നും മനസ്സിലാക്കിയപ്പോ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. അതാണെങ്കിൽ മുടങ്ങുകയും ചെയ്തു. പിന്നെ നടന്നത് ഞങ്ങൾ അറിയുന്നത് സേതു അറിയുന്ന സമയത്ത് തന്നെയാണ്. ഇവരുടെ ബന്ധം അറിയുമ്പോൾ സേതുവേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. അതാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. പിന്നെ അച്ഛൻ്റെ കാര്യം സേതുവേട്ടൻ തന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനമുള്ളത് ഞങ്ങളുടെ രണ്ടു മക്കളും ഇവിടെയാണെന്നുള്ളതാ. സേതുവേട്ടൻ മക്കളെപ്പോലെ നോക്കുന്ന അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം ഞങ്ങളെപ്പോലെ തന്നെ സേതുവേട്ടനും ഉണ്ട്. അച്ഛൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എങ്ങനെ വേണമെന്നുള്ളത് സേതുവേട്ടന്റെ ഇഷ്ടവും താല്പര്യവും. പക്ഷെ ഒരടിയുടെ വേദന കൊണ്ട് തീരാനുള്ളത് അവഗണിച്ച് അതൊരു തീരാ വേദന ആക്കരുതെന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ.